ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2025 നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ്. നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. മാത്സിൻ്റെ എക്സാം കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. കാരണം എക്സാം വളരെ ബുദ്ധിമുട്ടല്ലാത്തൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ എക്സാം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. നമുക്ക് എക്സാമിൻ്റെ ആൻസറുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആൻസർ എത്ര നോക്കിയിട്ടും നമ്മൾ എഴുതിയ ആൻസർ മാറുന്നൊന്നുമില്ല. എങ്കിലും നമ്മളുടെ ആൻസറുകൾ നമ്മൾക്കൊന്ന് നോക്കാം. ഇനി വരുന്ന ആളുകൾക്കൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യനുകളൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ 2020 ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിതിനു മുമ്പ് 2 മാർക്കിൻ്റെ പറഞ്ഞു. ഇനി നമുക്ക് 3 മാർക്കിൻ്റെ നോക്കാം. Six times of a natural number subtracted from the 6 times of a natural number subtracted from the square of that number gives 187. ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്ന് അതേ സംഖ്യയുടെ 6 മടങ്ങ് കുറച്ചപ്പോൾ 187 കിട്ടി. ഒരു എണ്ണൽ സംഖ്യ അത് എക്സ്, അതിൻ്റെ വർഗം അഥവാ എക്സ് സ്ക്വയർ, അതിൽ നിന്നും കുറച്ചു, മൈനസ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ഫ്രം കഴിഞ്ഞിട്ടുള്ളത് ആദ്യം എഴുതണം കേട്ടോ. സ്ക്വയർ ഓഫ് എ നമ്പർ 6 ടൈംസ് ഓഫ് എ നാച്ചുറൽ നമ്പർ, അതേ സംഖ്യയുടെ 6 മടങ്ങ് കുറച്ചു. അപ്പോൾ കിട്ടി എത്രയാ? 187. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് നമ്പർ ആസ് എക്സ്. സംഖ്യ എക്സ് എന്നെടുത്ത് ഒരു രണ്ടാംകൃത സമവാക്യം രൂപീകരിക്കുക. അതാണ് ഞാനിവിടെ എഴുതിയത്. ഫൈൻഡ് ദ നമ്പേഴ്സ്. ഇനി ഈ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മളിവിടെ സ്ക്വയർ കംപ്ലീഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. വർഗത്തികവ്. എന്താണ് നമ്മളുടെ സ്ക്വയർ കംപ്ലീഷൻ? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഓക്കെ. ദെൻ രണ്ടാമത്തത് എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ 2 ഭാഗത്തും ആഡ് ചെയ്യണം. എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 6 ആണ്. 6ൻ്റെ പകുതി 3 ആണ്. 3ൻ്റെ സ്ക്വയർ 2 ഭാഗത്തും ആഡ് ചെയ്യണം. ഇനി ലെഫ്റ്റ് സൈഡിൽ എങ്ങനെ വരും? എക്സ് സ്ക്വയറിന്ന് എക്സ്, 3 സ്ക്വയറിന്ന് 3, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ്. അപ്പോൾ എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. 187 നമ്മൾ 9 കൂട്ടിയാൽ 196 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഈ 196 എന്ന് പറയുമ്പോൾ 6ൽ അവസാനിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ 4ൽ അവസാനിക്കണം, ഇല്ലെങ്കിൽ 6ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ. കാരണം 4 × 4 16 ആണ്, 6 × 6 36 ആണ്. ഈ 2 സംഖ്യകളുടെ സ്ക്വയറുകളാണ് 6ൽ അവസാനിക്കണം. 196 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഒരു നമ്പർ. ഇപ്പോൾ 10ൻ്റെ സ്ക്വയർ 100 ആണ്. ഇപ്പോൾ 100ൻ്റെ മേലേക്ക് പോയിട്ടുണ്ട്. 20ൻ്റെ മേലേക്ക് പോയിട്ടില്ല. കാരണം 20ൻ്റെ സ്ക്വയർ എത്രയാണ്? 400 ആണ്. അതിൻ്റെ മേലേക്ക് പോയിട്ടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഒരാളാണ് 15. 15ൻ്റെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും, നമ്മൾ പഠിച്ചാണ്. 25ലാണ് അവസാനിക്കുക. പിന്നെ 1 കഴിഞ്ഞിട്ടുള്ള നമ്പർ 2 ആണ്. അപ്പോൾ 1 × 2 2, 225. 225നേക്കാൾ കൂടുതലോ കുറവോ? കുറവാണ്. അപ്പോൾ 14 × 14 ഒന്ന് ചെയ്തു നോക്കാം. 4 16ക്ക് 6 ശിഷ്ടം 1, 1 4 4 1 5, 1 4 4 1 1 6 9 1. കണ്ടോ? അപ്പോൾ എത്രയാണ്? 196ൻ്റെ റൂട്ട് 14 ആണ്. ഓക്കെ. ഇവിടെ ക്യൂബാണ് ഇട്ടിരിക്കണത് അല്ലേ? ക്യൂബ് അല്ല കേട്ടോ മക്കളെ, സ്ക്വയർ ആണ്. സോറി. ഓക്കെ. അപ്പോൾ എക്സ് മൈനസ് 3 = റൂട്ട് 196 വരും. 196ൻ്റെ റൂട്ട് എത്രയാ? 14. ഓക്കെ. അപ്പോൾ എക്സ് മൈനസ് 3 ആണ് 14. ഈ -3നപ്പുറം വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പോൾ 14 + 3 17 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്പർ എത്രയാ? 17. ഇനി 2 5 3 7 ആർ 2 പോയിന്റ്സ് ഓൺ എ ലൈൻ. 2 5 3 7 ഇവ ഒരു വരയിലെ ബിന്ദുക്കളുടെ സൂചകസംഖ്യകളാണ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. വരയുടെ ചെരിവ് കണ്ടുപിടിക്കുക. അതായത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ, വരയുടെ സമവാക്യം എഴുതുക. ഇതും വളരെ സിമ്പിളായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ. സ്ലോപ്പ് കാണാനൊക്കെ നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ജോമെട്രി ആൻഡ് അൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏകദേശം നമ്മളുടെ PYQ ക്വസ്റ്റ്യൻസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഇതിൽ ചോദിച്ചിട്ടുണ്ട്, വരയ്ക്കാനുള്ളതൊക്കെ.
അതേ ക്വസ്റ്റ്യൻ അല്ല, നമ്പറുകളൊക്കെ മാറ്റിയിട്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കാണാം. സ്ലോപ്പ് കാണാൻ ഇക്വേഷൻ എന്താ? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഓക്കെ, ഇതിനെ ഫസ്റ്റത്തേന് ഞാൻ x1 y1 എന്നും രണ്ടാമത്തേന് ഞാൻ x2 y2 എന്നും എടുത്തു. അപ്പോൾ y2 മൈനസ് y1 7 മൈനസ് 5 3 മൈനസ് 2. 7 പോയാൽ 2ആണ്, 3 2 പോയാൽ 1ആണ്, 2/1 2. ഇനി ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? y മൈനസ് y1 ഡിവൈഡഡ് ബൈ x മൈനസ് x1 ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതിൽ ശ്രദ്ധിച്ചേ, ഈ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പാണ്. അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാ? 2. ഇനി ഇതിൽ വാല്യൂ കൊടുത്താൽ മതി. y1 എത്രയാണ് നമ്മളെടുത്ത്? 5. x1 എത്ര എടുത്ത്? 2. അപ്പോൾ y മൈനസ് 5 ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ടു 2. ഇനി എക്സ് മൈനസ് 2നെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഇത് ഒന്നിൽ കൂടുതൽ ടേം ഉണ്ട്, അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ y മൈനസ് 5 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് വരും. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക. 2 ഇൻറ്റു എക്സ് 2x മൈനസ് 2 ഇൻറ്റു 2 4. നമുക്ക് എല്ലാത്തിനെയും ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. നമ്മൾ എക്സ് പോസിറ്റീവ് ആക്കിയിട്ടാണ് എപ്പോഴും പറയാറ്. ഈ y ഇപ്പുറം വരുമ്പോൾ മൈനസ് ആവും, ഈ -5 ഇപ്പുറം വരുമ്പോൾ +5 ആവും. ഓക്കെ, അപ്പോൾ -4 + 5 എത്രയാണ്? +1 ആണ്. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? 2x മൈനസ് y പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഇത് ശരിയാണോ നോക്കാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഒരൊറ്റ നമ്പർ കേട്ടോ. 2 5 ഇതിലൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, 2 × 2 4 മൈനസ് y 5 പ്ലസ് 1. 4ക്ക് 1 കൂട്ടിയാൽ 5, 5 5 പോയാൽ 0. കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പും കണ്ടു, ഇക്വേഷൻ ഓഫ് ലൈനും കണ്ടു. ദെൻ ഏഴാമത്തെ ചോദ്യം, കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 2 8 14 എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ദ ടേംസ് ഓഫ് ദി സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 6? ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 6 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്താണ്? ഈസ് 176 എ ടേം ഓഫ് ദി സീക്വൻസ് y? 176 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ? എന്തുകൊണ്ട്? ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോദിച്ചൊരു ചോദ്യമാണ് 3 മാർക്കിന്. അപ്പോൾ മക്കളെ നോക്കിയേ, 2 8 14 എന്ന് പറയുന്ന ശ്രേണിയിലെ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2നെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടുത്തെ റിമൈൻഡർ 2 ആണ്. 8നെ 6, 8ൽ എത്ര 6 ഉണ്ട്? 1 6 6 6 കഴിഞ്ഞാൽ 7 8, റിമൈൻഡർ 2 ആണ്. 1 6 6 6 12 12 കഴിഞ്ഞാൽ 13 14. എല്ലാ ഒരു സീക്വൻസിലെ എല്ലാ ടേമിനെയും നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡറാണ് നമുക്ക് കിട്ടുക, ശിഷ്ടമാണ് കിട്ടുക. ഇനി 176 ഇതിൽ ടേമാണോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 176 ഇതിലെ ടേം ആണെങ്കിൽ ഈ 176നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടണം? 0 കിട്ടണം. 1 6 6 6 12. 7ന്ന് 2 പോയാൽ 5, 1 1 പോയാൽ 0, 6 അറക്കി എഴുതി 56. 6 6 36 6 42, 8 6 48, 9 6 50, 9 6 54. ഓക്കെ, 6ന്ന് 4 പോയാൽ 2. ഇവിടെ റിമൈൻഡർ 2 അല്ലേ? ഇവിടെ റിമൈൻഡർ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ആണോ? അല്ലേ? അപ്പോൾ ഇവിടെ റിമൈൻഡർ സെയിം ആയതുകൊണ്ട് ഈ 176 ഈ സീക്വൻസിലെ ടേം ആണ്. ഇവിടെ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. യെസ്, 176 ഇസ് എ ടേം ഓഫ് ദി സീക്വൻസ്. അതെ, 176 ഈ ശ്രേണിയിലെ പദമാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ അവിടെ ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ. അടുത്തത്, ഇൻ ദ ഫിഗർ ചിത്രത്തിൽ PA ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, AB ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, PC ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PB, PBയുടെ നീളം എന്ത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PD, PDയുടെ നീളം കണക്കാക്കുക. ഈ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട, ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയേണ്ട ഒരു ചോദ്യം ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാ? PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. ഇത് സർക്കിൾസ് എല്ലാം മറ്റേ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. സർക്കിൾസിലുണ്ട് അതേപോലെ ഒരു ഇക്വേഷന്, അത് സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നതാണ്, ഇത് പുറത്തേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം PBയുടെ നീളം കാണാനാണ്. അതും വളരെ സിമ്പിളാണ്. ഇതാണ് PB. AP അല്ലെങ്കിൽ PA ടോട്ടൽ 8 ആണ്, AB 3 ആണ്. അപ്പോൾ PB എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. കണ്ടോ, PB എന്ന് പറയുന്നത് PA എന്ന് ABനെ കുറച്ചാൽ മതി. PA 8 ആണ്, AB 3 ആണ്. 8ന്ന് 3 പോയാൽ 5 ഉണ്ടാവും.
ഇനി നമ്മളുടെ ഇക്വേഷൻ കൊടുക്കുക പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ നമുക്കറിയാം എത്രയാ 8 പി ബി നമുക്ക് കിട്ടി 5 പി സി നമുക്കറിയാം 10 പി ഡി നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ 10 ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. 10 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവും. 8 ഇൻറ്റു 5 40. അപ്പം 40/10 എന്ന് കിട്ടും. 0 0 വെട്ടി പോവും. 4/1 4. അപ്പോൾ പി ഡിയുടെ നീളം എത്രയാ? 4. ഇനി വരക്കാനുള്ളൊരു ചോദ്യമാണ് നമുക്ക് 3 മാർക്കിന് ചോദിച്ചത് അല്ലേ? അല്ലല്ല, വൃത്തം വരക്കുന്നു അല്ലല്ല, വരക്കാനല്ല. വരക്കാൻ നമുക്ക് അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് കേട്ടോ, ഇതിൽ വരക്കാനല്ല. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് 4 3 ആസ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് 5 യൂണിറ്റ്. 4 3 എന്ന ബിന്ദു കേന്ദ്രമാക്കി 5 യൂണിറ്റ് ആരമുള്ള വൃത്തം വരക്കുന്നു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു ദ എക്സ് ആക്സിസ്? ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്കുള്ള അകലം എന്ത്? അതായത് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വേർ ദ സർക്കിൾ കട്ട് ദ എക്സ് ആക്സിസ്. ഈ വൃത്തം എക്സ് അക്ഷത്തെ മുറിച്ച് കടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. മക്കളെ 4 3 സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 3 ഞാൻ എങ്ങനെ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ് ആക്സിസും ഉണ്ടാവും, ഇവിടെ ഒരു എക്സ് ആക്സും ഒരു വൈ ആക്സിസും. ഈ 4 വന്നത് എന്തുകൊണ്ടാണ്? എക്സ് കോർഡിനേറ്റ് ഇവിടെ 4, വൈ കോർഡിനേറ്റ് ഇവിടെ 3 ആയതുകൊണ്ടാണ് ഇത് 4 3 എന്ന് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? സെൻറ്ററിൽ നിന്ന് അതിലോട്ട് ഇത് വൈ കോർഡിനേറ്റിന് തുല്യമല്ലേ വരിക? കണ്ടോ അല്ലേ? അത് 3 ആയിരിക്കൂലേ? മനസ്സിലായോ? സെൻറ്ററിൽ നിന്നും എക്സ് ആക്സിലോട്ടുള്ള അകലം ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ വൈ കോർഡിനേറ്റ് ആണ്. എക്സ് എവിടെയോ കടന്നോട്ടെ കേട്ടോ, എക്സ് എവിടെയോ കടന്നോട്ടെ, എക്സിൽ നിന്നും വൈയിലേക്കുള്ള അകലം അഥവാ എക്സ് 0 നിന്ന് തുടങ്ങി 2 3, ഈ 3 നമ്മളിവിടെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ഈ താഴത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അത് എക്സ് കോർഡിനേറ്റിന് തുല്യാവൂലേ? അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണ്? 3. ഓക്കെ, ഞാനിവിടെ ചിത്രം വരച്ചിട്ടുണ്ട്. ഇതാ 3 4 3 സർക്കിൾ വരച്ചു ജസ്റ്റ് ഒന്ന്. എന്നിട്ട് ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്തു. സർക്കിളിൻ്റെ റേഡിയസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സെൻറ്റർ റേഡിയസ് 5 യൂണിറ്റ് ആണ്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് വരച്ചു, ഒരു എക്സ് ആക്സും വരച്ചു. ഇവിടെ 4, അതുകൊണ്ടാണ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 4 വന്നത്. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്ത് ഈ ദൂരം 3 നമുക്കിപ്പോൾ കിട്ടി. ഓക്കെ, ദാ സെൻറ്ററിൽ നിന്നും എക്സ് ആക്സിലേക്കുള്ള അകലം 3. ഈ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതായത് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വേർ ദ സർക്കിൾ കട്ട് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് അഥവാ ഈ പോയിന്റും എത്രയെന്നാണ് ചോദ്യം. അതിന് ഈ 2 നീളങ്ങൾ നമുക്ക് കിട്ടിയാൽ മതി. ഇവിടെ നോക്കി 5 3 4 പൈതഗോറസ് യൂസ് ചെയ്തൂടെ? a² + b² = h² ആണ്. എ നമുക്ക് 3 ആക്കിയിട്ട് എടുക്കാം. ഈ 4നെ ബി ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ. 4 ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിൻ്റെ ആ പോയിന്റ് ഞാൻ തന്നുള്ളൂ. അപ്പോൾ 3ന്റെ സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25, അത് അപ്പുറം പോവും. 25 9 പോലെ 16. സോ 16ന്റെ റൂട്ട് 4. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് 4. ഇതും 4. അപ്പോൾ നോക്കി 4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 4 യൂണിറ്റ് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ എത്രയാ? 0 ആണോ? ഓക്കെ, 4 നിന്ന് 4 യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ 0. ഇത് എക്സ് ആക്സ് ആയതുകൊണ്ട് അവിടുത്തെ വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ഇത് ഒറിജിനാണ്. ഇനി 4 നിന്ന് 4 യൂണിറ്റ് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 8. എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0. അപ്പോൾ 0 0 8 0. 0 0 എന്ന് പറയുന്നത് ഒറിജിനാണ്. അപ്പോൾ ഒറിജിനലും ടച്ച് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിനെ 8 0 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരക്കാനുള്ള ഒരു ചോദ്യം 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും നമ്മളോട് വരക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 5 4 9 3 12 മാർക്കിന് നമുക്ക് വരക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, മാർക്ക് എ 0.9 cm away from the center, ഡ്രോ ടാൻജൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദ സർക്കിൾ. 3 cm ആരമുള്ള ഒരു വൃത്തം വരച്ച് വൃത്തകേന്ദ്രത്തിൽ നിന്ന് 9 cm അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരക്കുക. അപ്പോൾ ആദ്യം നമുക്ക് പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഒരു സർക്കിൾ വരക്കണം 3 cm റേഡിയസിൽ. സർക്കിൾ നമ്മൾ വരച്ചു. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും 9 cm അകലെയാണ് നമുക്കൊരു ബിന്ദു അടയാളപ്പെടുത്തേണ്ടത്. അപ്പം ഞാൻ 9 cm നീളമുള്ള ഒരു വര വരക്കാൻ പോവാണ്. ഈ 9ന്റെ സെൻറ്റർ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ട് ചെയ്യാൻ പോകണ്ടോ. 9ന്റെ സെൻറ്റർ 4.5 നമുക്കറിയാം, പക്ഷെ വരക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ വരക്കുക കേട്ടോ.
മോർ ദാൻ ഹാഫ് എടുത്തുകൊണ്ട് താഴെ മേലെ ആർക്കുകൾ വരയ്ക്കുക. കോമ്പസ് ഒരു ഭാഗത്ത് കുത്തിയിട്ട് ഇനി നമുക്ക് താഴെയും ആർക്ക് വരക്കാം. ഇനി ഇപ്പുറത്തെ അറ്റത്ത് വെച്ചിട്ട് ഈ ആർക്കുകളെ നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോകണം. ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ കട്ട് ചെയ്ത പോയിന്റുകൾ നമ്മൾ യോജിപ്പിച്ചാൽ മതി. ഇനി ഈ കട്ട് ചെയ്ത പോയിന്റുകൾ നമ്മൾ യോജിപ്പിക്കുക. അപ്പം നമ്മളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജിയാവും. ഇനി ആ സെന്ററിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. കണ്ടോ, ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള എടുക്കട്ടോ. രണ്ട് സൈഡിലേക്കുള്ള ലെങ്ത് സെയിം ആയിരിക്കും. കണ്ടോ, ഇനി ഈ സർക്കിളിലേക്ക് നമ്മൾ ടാൻജന്റുകൾ വരക്കേണ്ടത്. ഈ സർക്കിൾ ഇവിടെ ടച്ച് ചെയ്യും. നമ്മൾ ആ 9ന്റെ അറ്റത്തുനിന്ന് ഈ സർക്കിളിലോട്ട് നമ്മൾ വരക്കുന്നത്, അതാണ് നമ്മളുടെ ടാൻജന്റ്. ഇങ്ങനെയാണ് നമ്മൾ ടാൻജന്റ് വരക്കുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത സമയത്ത് ഒരുപാട് വട്ടം പറഞ്ഞതാണ് ഈ ചോദ്യം ചോദിക്കും. കാരണം എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. എല്ലാ ഇയറിലും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണത്. ഒരു സർക്കിൾ വരച്ചിട്ട് ഇത്ര സെന്റിമീറ്റർ ആകുള്ള ഒരു ബിന്ദു അടയാളപ്പെടുത്തുക, അതിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. എല്ലാ വീഡിയോ ചെയ്തപ്പോഴും 6 വർഷത്തെ വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഇത് പഠിക്കണം. ഇത് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് ഷുവർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇത്ര ചോദ്യങ്ങളാണ് നമുക്ക് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ സീ യു സൂൺ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.